നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ KSRTC ബസ് ഇടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണ അന്ത്യം. ഭർത്താവിനൊപ്പം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം. പേയാട് സ്വദേശി ഗീതയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 10:15 കൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. ഭർത്താവ് പ്രദീപിനൊപ്പം KSRTC ബസ്സിൽ എത്തിയ ഇവർ സ്റ്റാച്യുവിലെ സ്റ്റോപ്പിലേക്ക് വന്നിറങ്ങുകയായിരുന്നു. ശേഷം അതേ ബസ്സിന് മുന്നിലൂടെ തന്നെ റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. മുന്നോട്ടെടുത്ത ബസ് ഗീതയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. പോലീസ് എത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. KL 15-8403 എന്ന KSRTC ബസ്സാണ് ഇവരെ ഇടിച്ചത്. അതായത് ഈ സെക്രട്ടേറിയറ്റിനെ ഓപ്പോസിറ്റുള്ള എതിർവശത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു ഇവർ. അപ്പോഴേക്കുമാണ് ഇതേ ബസ് തന്നെ ഇടിച്ചത്. വന്ന ബസ് തന്നെയാണ് ഇവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയത്. 2 ഭാഗമായി മാറുന്ന സാഹചര്യമായിരുന്നു. ഭർത്താവിന് മുന്നിൽ വെച്ചിട്ടായിരുന്നു അതിദാരുണമായ സംഭവം നടന്നത്. 62 വയസ്സുകാരിയാണ്, ഗീതയാണ്, വീട്ടമ്മയാണ്. ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ മറ്റൊന്നും ലഭിക്കുന്നില്ല. സെക്രട്ടറിന്റെ മുന്നിൽ വശത്തായതിനാൽ തന്നെ പോലീസ് സംഘങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല സമരത്തിനൊക്കെയും അതുപോലെ തന്നെ പ്രതിഷേധത്തിനൊക്കെ വന്നവരും അവിടെ തടിച്ചുകൂടിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അതീവ ദാരുണമായ സംഭവം അല്പസമയം മുൻപാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കിഴക്കേക്കോട്ടയിലും സമാനമായ സംഭവം അപകടം ഉണ്ടായിരിക്കുന്നു. പക്ഷേ തലനാഴിലേക്കാണ് ജനങ്ങൾ രക്ഷപ്പെട്ടതെന്ന വാർത്തയാണ് വരുന്നത്. കിഴക്കേക്കോട്ടയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. മുന്നിൽ പോയ ബസ് യന്ത്ര തകരാറിനെ തുടർന്ന് നിന്നുപോയപ്പോൾ പുറകെ വന്ന ബസ് ഇതുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് സ്ഥലത്ത് കുറച്ചുനേരം ഗതാഗത തടസ്സം നേരിട്ടു. പിന്നീട് 2 ബസ്സും അപകട സ്ഥലത്ത് നിന്ന് മാറ്റുകയായിരുന്നു. എന്തായാലും ഈ ഒരു അപകടം പിടിച്ച ഒരു പ്രദേശമായി ഇപ്പോൾ കിഴക്കേക്കോട്ടയും സ്റ്റാച്യുവും പാളയവും തമ്പാനൂരും ഒക്കെ തന്നെ മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. എപ്പോഴും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ശ്രദ്ധിക്കാതെ വരുന്ന, അതായത് ഡ്രൈവർ കണ്ടിരുന്നില്ല ഇവർ ഇങ്ങനെ മുന്നിലൂടെ ക്രോസ് ചെയ്തു പോകുന്ന ഡ്രൈവറുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ധൃതി പിടിച്ച് പോകുമ്പോഴാണ് ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. ഒന്ന് ഇറങ്ങി ബസ് ഇറങ്ങി 2-3 സമയം കാത്തു നിന്നിരുന്നുവെങ്കിൽ ഒരു അപകടം സംഭവിക്കുമായിരുന്നില്ല. കഴിഞ്ഞ ദിവസവും ജനറൽ ആശുപത്രിയുടെ മുന്നിൽ കാർ ഓടിക്കാൻ പഠിച്ച 2 പേർ കാർ ഓടിച്ച് ഫുട്പാത്തിനകത്ത് ഇടിച്ചു കയറ്റുകയും അതുവഴി നടന്നുപോയ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അപകടം സംഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇപ്പോഴും ഒരു അതീവ ദാരുണമായ വീട്ടമ്മയുടെ മരണം നമ്മൾ ഇപ്പോൾ ശ്രദ്ധയിലേക്ക് എടുക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സുരക്ഷ വളരെ കുറവാണ് എന്ന് പറയുന്നുണ്ട്. സീബ്ര ലൈനും അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നലുകൾക്കും ഉണ്ടെങ്കിലും വളരെ തിരക്കേറിയ ഈ ഒരു പ്രദേശത്ത് പോലീസ് സാന്നിധ്യം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. പോലീസ് സാന്നിധ്യം ഉണ്ട്, പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ യാത്രക്കാർ കൂടി ശ്രദ്ധിക്കേണ്ട സാഹചര്യം കൂടുതലാണ് എന്നത് മറക്കാതിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.